ഇപ്പൊ നമ്മള് ബൈ റോഡ് സൗദി പോണേന്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. നമ്മൾ മക്കത്തേക്കാണ് പോണത് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോ സമയം രാവിലെ 8:30. നമ്മള് രാത്രി ഒരു 2:30 ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മള് ഫുജറയിന്ന് ഇപ്പൊ ബോർഡറിൽ എത്താറായി. ബോർഡറിലേക്ക് ഒരു 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോ ഇന്ന് നൈറ്റ് മക്കത്ത് എത്തുന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ലാ. ബാക്കിൽ കെട്ടിയത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, അവിടെ കുട്ടി കിടന്നുറങ്ങണ്ടോ. ഇനി ഡയറക്റ്റ് AC അടിക്കുന്നതിന് നമ്മള് സെറ്റ് ചെയ്താണ്. കുട്ടീനെ നമ്മള് യൂസ് ചെയ്യുന്ന ഒരു ബെഡ് ഇട്ടിട്ടാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്. എനിക്ക് മാത്രമേ ഉള്ളൂ. പുതിയ റോഡ് പണിയുണ്ടോ അപ്പുറത്ത്? നമ്മളിപ്പോ ബോർഡറിൽ നിന്ന് പോന്നിട്ട് ഏകദേശം 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ഇനി നമുക്ക് 12 മണിക്കൂറോളം ട്രാവൽ ഉണ്ട്. അതായത് 1200 കിലോമീറ്ററോളം ഇനി നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. ഒരു 3 മണിക്കൂറോളം അല്ലേ, 3 മണിക്കൂറോളം നമ്മൾ ബോർഡറിൽ പെട്ടു അല്ലേ. പിന്നെ നമ്മൾ ഏകദേശം ഒരു 12 മണി, നമ്മൾ 10 മണിയാകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിച്ചതാ. മീക്കാത്തിലാണ് നമ്മള് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പമ്പിൽ നിർത്തിക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. നമ്മളെ ഓൾറെഡി ഫുഡ് ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡ് റൂമിൽ നിന്ന് കൊടുന്നിരുന്നു. ഓക്കെ, ഇതെടുത്ത് തുറന്ന തൈര് എടുക്കുക, ഞാൻ എടുക്കാം. ഇതാണ് നമ്മളെ ലഞ്ച്. രണ്ടു വാക്ക് പറയൂ. അത്രേ ഉള്ളൂ, വേറെ 2 വാക്ക് കൂടി. ഇവിടെ ട്രെയിൻ ഉണ്ട്. ട്രെയിൻ വാങ്ങിപ്പോയി. ട്രെയിനാണല്ലോ. ഇപ്പൊ കാണൂല. അതവിടെ റെയിൽപാള അവിടെ ട്രെയിൻ ഉണ്ട്. കൊച്ചുണ്ടാപ്പർ ഇവിടെ ഉറങ്ങാണ്. ഇമ്മടെ മക്കനെയാണ് ഗൈസ്. എന്റെ ഷാള് ഡാമിൻ ശ്രദ്ധിച്ചു. എന്നെ ശരിയാക്കി തരാം കേട്ടോ. എന്നെ ശരിയാക്കി തരാം. എന്റെ ഡ്രസ്സൊക്കെ കെടുത്തിട്ട് ശരിയാക്കി തരാം കേട്ടോ. സുലൈമാനി വേണോ? ഓക്കെ. നമ്മള് ഡയറക്റ്റ് മക്കത്തേക്ക് പോയില്ല. നമ്മളിവിടെ റിയാദില് ഒരു റൂം എടുത്തിട്ട് സ്റ്റേ ആക്കി. ഡയറക്റ്റ് പോലെ കുറച്ചും കൂടെ ലേറ്റ് ആവും തോന്നി. രാത്രി 2 മണിക്കാവും ചിലപ്പോൾ എത്താനെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടീനെ കൊണ്ട് പോലെ റിസ്ക് ആണെന്ന് തോന്നിയോണ്ട് നമ്മള് പോയില്ല. ഇവിടെ റിയാദില് റൂം എടുത്ത് ഇന്ന് സ്റ്റേ ആക്കിയിട്ട് നാളെ ഫ്രൈഡേ ആണ്. അപ്പം നാളെ ജുമാ കഴിഞ്ഞിട്ടായിരിക്കാം പോവുണ്ടാവുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഹോട്ടലിൽ വന്നത് റിയാദില് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ ഒരു ഹോട്ടലെടുത്തു. പിന്നെ ഡാമിന് അത്ര ഓക്കെ അല്ലായിരുന്നു. ഹലോ, ഡാമിനുള്ള ബെഡ് സെറ്റിംഗ് ആണ്. ദിസ് ഈസ് അവർ ആക്രി ഡിക്കി. ആക്രിക്ക. നമ്മളിവിടെ എന്താ റിയാദില് എവിടെ ബത്തല്ലേക്ക, അൽബത്തയില് അൽമദീന ഹൈപ്പർ മാർക്കറ്റിന്റെ അടുത്തുള്ള ഒരു റൂമിലാണ് സ്റ്റേ ആക്കിയത്. നമ്മൾ അവിടെ പോയിട്ട് ഈ അൽമദീനയിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് അത് മേടിച്ചിട്ട് നേരെ നമ്മൾ ഇൻഷാല്ലാ മക്കത്ത് പോകാനാണ് പ്ലാന്. ഇവിടെ കയറിയപ്പത്തിന് ഡാമി ഉറങ്ങുമ്പോൾ ഇങ്ങനെയാണ് ആക്കി വെക്കും. നല്ല രസമാണത്. മതി, ഒരെണ്ണം മതിയോ?
ഒരെണ്ണം എടുക്കാം. ആ നമ്മൾ ഇവിടുന്ന് റിയാദിന്ന് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഇനി മക്കത്തേക്ക് ഇൻഷാല്ല ഇന്ന് വൈകുന്നേരം മക്കത്തേക്ക് പോകുന്നതാണ് പ്ലാന്. ഇത് നമുക്കിപ്പോൾ സാധനങ്ങൾ മേടിച്ചപ്പോൾ ബാക്കി കിട്ടിയതാണ് 1 റിയാൽ. വേറെ സ്ഥലത്തെ പൈസകൾ കാണുമ്പോൾ നല്ലൊരു രസമാണ്. നമ്മളൊരു വ്യത്യാസമുള്ള കോയിനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പം അത് കാണിച്ചു തരാൻ വിചാരിച്ച്. ഇത് 1 റിയാൽ, ഇത് 50. 5 വെച്ച, ഇത് 5 ഖത്തറത്തെ ഇതെടുത്തെ, ഇത് സൗദിത്തെ, ഇത് സൗദിത്തെ. ഇത് 1 റിയാലിന്റെ 1 റിയാലിന്റെ ന്യൂട്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഇത് ഒമാന, അത്രേ ഉള്ളൂ. അതില് ടൗണ് ഭയങ്കര തിരക്കാണ് ഇവിടെ. അൽബത്തയില്, അൽബത്ത ചെറുത വലിയതാ. അൽബത്ത വലിയ ടൗൺ ആണ്. നമുക്ക് പേടിയാവും ഇവിടെ ട്രാവൽ ചെയ്യുമ്പോ. ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര തിരക്കാണ്. വണ്ടികൾ ഇങ്ങനെ അടുപ്പിച്ചാണ് ഇടുക. ഇന്നലെ ഇവിടെ അത്രയും തിരക്കായോണ്ട് നമ്മളിവിടെ റൂം എടുത്തത്. ഇവിടെ ട്രാവൽ ചെയ്യാൻ നമുക്ക് പേടിയായി സത്യം പറഞ്ഞാ. അതുകൊണ്ടാണ് ഇവിടെ റൂം എടുത്തത്. തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് പകൽ സമയത്ത് പോവാ വെച്ചിട്ട്. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായി. വൈകുന്നേരം 4 മണിയായി ഇറങ്ങാന്. ഇവിടെ ഒരു വണ്ടി പോലും ഇല്ല ഒന്ന് സ്ക്രാച്ച് ആവാത്തത്. അങ്ങനെയാണ് ഇവിടെ. അത്രയും തിരക്കാണ്. എല്ലാവരും സ്പീഡാണ്. എല്ലാവർക്കും ധൃതിയാണ്. എന്ത് ചെയ്യാ, അങ്ങനെയാണ് കാര്യങ്ങള്. കണ്ടു, ഞാൻ പറഞ്ഞില്ലേ സ്ക്രാച്ച് ആണ് ഇവിടെ. അതാ പോണു പുകയെ ആക്സിഡന്റ് ആവുന്നുണ്ട്. വണ്ടി കത്തിയോ വെള്ളൊട്ടകം കൊള്ളാലേ. അപ്പൊ നമ്മളിവിടെ പോണ വഴിക്ക് ഫുഡ് കഴിക്കാൻ കഴിയുകയാണ്. ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, അതിൽ നേരെ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ നല്ല ഫുഡൊക്കെ നോക്കി സെർച്ച് ചെയ്ത് അങ്ങനെ സ്പോട്ടൊന്നും നോക്കി പോയതല്ല. പോണ വഴിക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരിക്കും. സൗദി കബ്സ. സൗദിയുടെ ചിക്കൻ. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിക്കലേണ്ടിട്ട് ഇറങ്ങി. അപ്പോ നമുക്ക് UAE സൗദിക്ക് വരാണ് നമുക്ക് വേണ്ടത് 3 month വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടും 3 month വാലിഡിറ്റി ഉള്ള വിസയും വേണം. UAE വിസ വേണം. അത് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വിസക്ക് അപ്ലൈ ചെയ്യാം. വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാഗൊക്കെ പാക്ക് ചെയ്ത് വരാം. പക്ഷെ നമ്മൾ വിസ കിട്ടുന്നതിന് മുന്നേ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ബാഗ് പാക്ക് ചെയ്ത് വെച്ച ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വിസ വന്നത്. അതേപോലെ തന്നെ വണ്ടിയുടെ മുൽക്കിയും നമ്മൾ ഒക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഇക്കാൻ്റെ ചെങ്ങായി എന്താ എൻ്റെ പേര് മണികണ്ഠൻ ഏട്ടൻ്റെ അടുത്ത് നിന്ന് മേടിക്കുകയാണ് ചെയ്തത്. മൂപ്പരാളത്തെ നമ്മള് അബുദാബിയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് വണ്ടി. അപ്പൊ മൂപ്പര അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി നമ്മൾ മേടിക്കുക ചെയ്തത്. നമ്മളൊക്കെ ആദ്യം ചെയ്യേണ്ട കാര്യമൊക്കെ ലാസ്റ്റ് ചെയ്തത്.
അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതേമാതിരി വിസ മുന്നേ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി കിട്ടുന്നുണ്ടായിരുന്നു UAE റെസിഡൻസിന്. ഇപ്പൊ മൾട്ടിപ്പിൾ എൻട്രി കിട്ടുന്നില്ല. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എൻട്രി മാത്രമേ കിട്ടണുള്ളൂ. അത് റേറ്റും കൂടുതലാണ്. മൾട്ടിപ്പിൾ എൻട്രിയിൽ ആ സമയത്ത് ഏകദേശം 420-430 റംസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ പുതിയ വിസക്ക് സിംഗിൾ എൻട്രിക്ക് 680 റംസോളം വരുന്നുണ്ട് ഒരാൾക്ക്. അപ്പോൾ അത് ഇപ്പോൾ 2,000 സൗദി ഓപ്പൺ ആക്കുമെന്ന് പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല സാധനം. പിന്നെ അതേമാതിരി ഓൺ റോഡ് വരുന്ന സമയത്ത് നമ്മളെ മുൽക്കിയ, അതായത് വണ്ടിയുടെ ഓണർഷിപ്പ് ഉള്ള ആള് വണ്ടിയിൽ വേണമെന്ന് നിർബന്ധമുണ്ട്. ഇല്ലെങ്കിൽ അവിടുന്ന് മറ്റേ ബോർഡറിൽ നിന്ന് പാസ് കിട്ടൂല. പിന്നെ നമ്മള് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആവാൻ വേണ്ടി നിർത്തിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വാഷ്റൂമിൽ പോണത്. ടോയ്ലറ്റൊക്കെ ഭയങ്കര മോശമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം മാഷാല്ലാ നല്ല ടോയ്ലറ്റാണ്. നമ്മൾ കാണുമ്പോൾ കുറച്ച് നല്ല പമ്പൊക്കെ കാണുമ്പോൾ അവിടെ കയറിയിട്ട് വാഷ്റൂം പോയിട്ട് ഫ്രഷ് ആയിട്ട് പോവാണ് ചെയ്യണത്. അധികം വാഷ്റൂം നല്ലത് കിട്ടാൻ ചാൻസ് കുറവാണ് പോണ വഴിക്ക്. അപ്പോൾ പറ്റുന്നതും നല്ല നല്ല ചന്തല്ല പമ്പൊക്കെ കാണുമ്പോൾ കയറിയിട്ട് വാഷ്റൂം പോവുക. അപ്പോൾ നമുക്ക് വൃത്തിക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാം.